ഒരു വീട്ടിൽ ദുർനടപ്പുകാരിയായ ഒരാൾ വന്നു കയറിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ 3 എണ്ണമാണ് കയറി വന്നത്. എന്നിട്ട് അവരെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, കാശ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തേച്ച് വലിയ ന്യായങ്ങൾ പറയാം. അതിനെക്കാട്ടി അപ്പുറമാണ് ഞങ്ങളുടെ ധീവരസഭയിലെ ഒരു ദിനകര സാറല്ല, ഒരു മഞ്ജുളാമ്മയുണ്ട്, ഫൈമി വിജയൻ. ഇവർക്ക് ഒരു പ്രസിഡൻ്റ് എന്നുള്ള ഇത് കിട്ടിയെന്നും പറഞ്ഞാൽ ഇവരെന്നാത്തിനാ ഇങ്ങനെ CPM-ൻ്റെ വാല് പിടിച്ച് ഇങ്ങനെ നടക്കുന്നത്? അവരത് ഉപേക്ഷിച്ചിട്ട് അവർ ഒന്നതാക്കും. സാധാരണ മെമ്പറായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ എന്തോ കുന്തം കിട്ടാനാ? ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറയാം, എൻ്റെ അമ്മ മിസ്സിങ് ആയതിൻ്റെ എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. അതിനൊന്നും മറുപടി പറയാതെ എന്നെ വഴിയിലിറക്കി വെച്ച് ന്യായീകരിക്കുന്ന എൻ്റെ പെങ്ങാമാർ സമൂഹമുണ്ട്. അവരോട് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നതാണ്? ഞാൻ ഒരെണ്ണം കണ്ടു. എൻ്റെ അമ്മയെ പട്ടിണി കിട്ടേച്ചു ഷുഗർ കൂടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അത് ഞാൻ കണ്ടതാണ്. അത് എൻ്റെ 2ാമത്തെ ചേട്ടനാണ്. എൻ്റെ ചേട്ടനും ഭാര്യയും ഒക്കെ അവരുടെ കുടുംബാംഗങ്ങളുമാണ്, ഭാര്യയുടെ കുടുംബാംഗങ്ങളുമാണ്. അവരെന്നതിനാണ് അവിടെ വന്ന് താമസിക്കുന്നത്? അവർക്ക് അവിടെ മറ്റിടത്ത് താമസിക്കാമായിരുന്നല്ലോ. എന്തിനാണ് അവിടെ വന്ന് നിട്ട് അവരുടെ കുടുംബമാണെന്നും കുറേ ഡയലോഗ് കാച്ചി കാണിക്കുക. എന്നിട്ട് എൻ്റെ വസ്തുവൊക്കെ അവരുടെയാണെന്നൊക്കെയാണ് ഇയാൾ ക്രിയേറ്റ് ചെയ്തൊക്കെ. ഇയാൾ ഗുണ്ടായുസ കാണിക്കുക. എന്നിട്ട് പാവപ്പെട്ട മുസ്ലിങ്ങളോട് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഇത് ഷാഫി പറമ്പിലും മറ്റേ എല്ലാവർക്കും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇയാൾ എന്നതിനാണ് ഈ ആവശ്യമില്ലാത്ത രാഷ്ട്രീയമായിട്ട് ഇവിടെ വരുന്നത്? ഇയാളെ ഞാൻ വല്ലതും പിടിച്ചോ? ഇയാളോ ഗുണ്ടായുസം കാണിക്കുക. ഇയാൾ ഭാര്യയും ഈ ആദി ലോഡ്ജിൻ്റെ അപ്പുറത്ത് വന്നേച്ച് ഈ ഉഷാകരനോട് ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവരെ പുറത്താക്കണം, അങ്ങനെയുള്ളവർ വന്നാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കാതെ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കണം. അതൊക്കെ പറഞ്ഞിട്ടൊന്നും അദ്ദേഹം ചെയ്യുകയില്ല. അയ്യോ, അയാൾക്കും പേടിയാ. കാരണം അയാൾക്കും പേടിയാ ഇവനെ. ഇവള് ആരാലും, ഏത് പിണറായി അല്ലെ എന്തോവാലും, ഇവള് പല ചുറ്റിക്കളികൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഇവള് മേലെ പറമ്പും പുത്തൂർ തറവാടും ഈ പീതാ നിവാസവും അവർക്ക് നേരത്തെ തൊട്ടേ ഉണ്ട്. ഇത്തരം വിദ്യകൾ അവിടുത്തെ ഉള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാമായിരുന്നു. അവരാരും ഒന്നും പറഞ്ഞില്ലെന്നേ. അത് വെച്ചിട്ട് ഞാൻ കാണുന്നവരെല്ലാം ഇന്ന് എന്നെ കൊല്ലുവാണെങ്കിൽ ഇന്നലെ എൻ്റെ അമ്മയായിരിക്കാം അല്ലെ അച്ഛനായിരിക്കാം മരണപ്പെട്ടത്. എങ്കിൽ നാളെ എന്നെയും എൻ്റെ പെങ്ങാമാരെ എല്ലാം എൻ്റെ കുടുംബത്തോടുള്ളവരെ എല്ലാം തീർക്കും. കള്ളത്തരം കാണിക്കാനും കാപട്യം കാണിക്കാനും ഒക്കെ ഒരു 10 പൈസ എടുക്കാനില്ലാത്ത ഇവളാണ് ഞങ്ങളെ കൊല്ലാനായിട്ട് ഒരുങ്ങുന്നത്. ഒരു അണ്ടർവെയർ വാങ്ങാൻ പോലും കഴിവില്ലാത്ത അവൾ. വേറെ ഒരുത്തിയുണ്ട് അതിനെക്കാട്ടി അപ്പുറം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ. ഇവരെയൊക്കെ ഞങ്ങൾ കയ്യോടെ സ്വീകരിച്ചത് ഒരു 10 പൈസ വാങ്ങിയിട്ടല്ല. നിങ്ങൾ ഓർക്കണം, ഞങ്ങൾ രാഷ്ട്രീയക്കാരെ ഒന്നിനെയും പിടിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇയാളെ ഈ പറയുന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഇവർ ഭീഷണിപ്പെടുത്തുന്ന നിങ്ങളെ അങ്ങനെ ചെയ്തുകളെ ഇങ്ങനെ ചെയ്യും. ഞങ്ങൾക്ക് ഇവരെ വേണ്ട. ഈ പറയുന്ന വ്യക്തികൾ, ഈ പറയുന്ന ഉദയൻ പ്രതാപന് ഇത് പത്തനംതിട്ട SP-ക്കും മറ്റവർക്കും ഒക്കെ കൊടുത്തതാണ്, നേരത്തെയും കൊടുത്തതാണ്. എന്തുകൊണ്ട് അവിടുത്തെ കുറേ ആൾക്കാർ എന്നിട്ട് എൻ്റെ ബുദ്ധി എടുത്തെന്നും പറഞ്ഞിട്ട് കുറേ ഡയലോഗ്, ഞാൻ ആരാണ്ട് പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് കുറേ ഡയലോഗ് ഇങ്ങനെ പോകുന്നു. എൻ്റെ ഭാര്യയോട് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞു. ഇത് അന്ന് ആദ്യം കല്യാണം കഴിച്ചു വരുമ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു, അയ്യോ നമുക്ക് ചേട്ടൻ്റെ ചേട്ടന്മാർ